ഗർഭിണിയുടെ മുഖത്തടിച്ച സംഭവത്തിൽ അന്വേഷണം കൊച്ചി നർക്കോട്ടിക് സെൽ എസിപിക്ക് ദക്ഷിണ മേഖല ഐജിയാണ് ഉത്തരവിറക്കിയത്. ഗർഭിണിയുടെ മുഖത്തടിച്ച SHO പ്രതാപചന്ദ്രനെതിരായ മുൻ പരാതികളും പരിശോധിക്കും. അന്വേഷണ വിധേയമായി പ്രതാപനെ സസ്പെൻഡ് ചെയ്തിരുന്നു. സിജോ ബി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഇതിൽ ശക്തമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. ഇപ്പോഴുണ്ടായിട്ടുള്ള പരാതി മാത്രമല്ല, മുൻ പരാതികൾ കൂടി അന്വേഷണ പരിധിയിൽ വരുമോ? തീർച്ചയായും കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ഇതിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയതിനു ശേഷമാണ്, ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷമാണ് ഇന്നലെ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പോയത്. ഇത്തരത്തിൽ ഒരു പരാതി വന്നതിന് ശേഷം, ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം അടിയന്തരമായി മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിരുന്നു. DG അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പ്രാഥമിക ഘട്ടത്തിൽ സസ്പെൻഷൻ നടപടി വരുന്നത്. ഇനി ഇതിൽ വിശദമായ അന്വേഷണത്തിന് വേണ്ടിയിട്ടാണ് കൊച്ചി നാർക്കോട്ടിക് ACPയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ACP ഇനി ഈ പ്രതാപചന്ദ്രന്റെയും അതോടൊപ്പം തന്നെ പരാതിക്കാരിയായ യുവതിയുടെയൊക്കെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തും. തുടർന്നാകും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുക. 6 മാസത്തെ സമയമാണ് ഈ റിപ്പോർട്ട് നൽകുന്നതിന് ഉള്ളത്. അത് ഇത്തരത്തിൽ സസ്പെൻഷൻ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരെതിരായിട്ടുള്ള ഒരു അന്വേഷണം വരുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു സമയം വരുന്നത്. പക്ഷെ അത്രയും സമയത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കും. വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനി അന്വേഷണ സംഘം പരിശോധിക്കാന്ന് പറഞ്ഞത് ഇയാൾക്കെതിരെ കൂടുതൽ നടപടികൾ സാധ്യമാകൂ എന്നുള്ളതാണ്. നിലവിൽ സസ്പെൻഷൻ ഉണ്ട്. ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അതുകൂടി അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്യും. എന്തായാലും സിജോ, ഈ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ വളരെ വേഗത്തിൽ തന്നെയാണല്ലോ ആദ്യ നടപടി, സസ്പെൻഷൻ ഉണ്ടായത്. അപ്പോൾ ഈ അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കി തുടർ നടപടിയിലേക്ക് കടക്കണമെന്ന് തന്നെയാണോ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? അതെ, അത്തരത്തിൽ തന്നെയാണ്. വളരെ വേഗത്തിൽ തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഉള്ളത്. ഞാൻ പറഞ്ഞ 6 മാസം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനുള്ള ടോട്ടൽ ടൈമാണ്. 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാന്നുള്ളതാണ്. പക്ഷെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു കേസാണെന്നുള്ളത് കൊണ്ടും ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന സാഹചര്യത്തിൽ അത് വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി ഇയാളെ സർവീസിൽ നിന്ന് തിരിച്ചുവിടുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ പോലീസ് കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റിപ്പോർട്ട് നൽകിയതിനു ശേഷം അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് ആഭ്യന്തര. എന്തായാലും ഗർഭിണിയുടെ മുഖത്തടിച്ച SHO പ്രതാപചന്ദ്രനെതിരെ ശക്തമായ അന്വേഷണം നടക്കും. കൊച്ചി നർക്കോട്ടിക് സെൽ ACPക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. ഇപ്പോഴുണ്ടായിട്ടുള്ളത് മാത്രമല്ല, മുൻ പരാതികൾ ഉൾപ്പെടെ അന്വേഷിക്കാനാണ് നിർദ്ദേശം. സിജോ ബി ജോണാണ് വിവരങ്ങൾ നൽകിയത്.